ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കക്ക ഇറച്ചി ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു നാടൻ കക്ക ഇറച്ചി റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ കക്കയൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്കത് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ചൂട് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് ആ ചൂടെണ്ണയിൽ കിടന്ന് കടുക് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടി ഇട്ട് ഈ എണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമ്മുടെ സവാളയും കൊച്ചുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുക. മസാലയും സവാളയും എല്ലാം കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടൊക്കെ ചേർത്ത് കറിവേപ്പിലയിട്ട് ലോ ഫ്ലെയിമിലിട്ട് കക്ക ഇറച്ചി നല്ലപോലെ ഇളക്കി സെറ്റാക്കി എടുക്കുക. പൊടിച്ചു വെച്ച ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റിനും വ്യത്യാസം വരും. നല്ല മണവുമായിരിക്കും. മസാലയുടെ മണം നമുക്കറിയാമല്ലോ. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് ഒരുവിധം റെഡിയായി വരികയാണ്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും കാണണം. ലൈക്കും കമൻറ്റും അതുപോലെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.